ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഐഡിയ ഇതാണ്. അതായത് എക്സ് ഈസ് സെഡ് ടു ഹാവ് ആൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ if its probability density function of x is of this form: f of x lambda is equal to lambda e to the power minus lambda x when x is greater than or equal to 0 otherwise. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലാംഡ ഇ ടു ദി പവർ മൈനസ് ലാംഡ എക്സ് ആയിരിക്കണം. അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ഇതിന് ഒരു പാരാമീറ്ററേ ഉള്ളൂ, ലാംഡ എന്ന് പറയുന്ന ഒരൊറ്റ ഇൻഫർമേഷൻ മാത്രം നമുക്ക് മതിയാവും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എഴുതാം. ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഗ്രാഫ് ഇരിക്കുക. when x equal to 0 നമുക്ക് e to the power 0 1 ആവും. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ലാംഡ ഉണ്ടാവും. ഓക്കെ, ആൻഡ് ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഇ ടു ദി പവർ മൈനസ് ഇൻഫിനിറ്റി 0യിലേക്കാണ് പോകുക. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഫംഗ്ഷൻ ഗ്രാജുവലി ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് ഇങ്ങനെ 0യിലേക്ക് വരും. ഇതാണ് ഈ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷനാണ് നമ്മുടെ ലാംഡ ഇ ടു ദി പവർ മൈനസ് ലാംഡ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ലെഫ്റ്റ് സൈഡിലേക്ക് ഇത് 0 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ലെഫ്റ്റ് സൈഡിലേക്ക് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ ഏരിയ അണ്ടർ ദിസ് കർവ്, ഈ ഏരിയ, ഈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് 1 കിട്ടും. അതുകൊണ്ടാണല്ലോ അതിനെ നമ്മളൊരു ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നതായിരിക്കും 1 ആയിട്ട് കിട്ടുക. ഓൾറൈറ്റ്, ഇനി ഏത് കോണ്ടെക്സ്റ്റിലാണ് ഈ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ ലൈഫ് ടൈം എന്ന് പറയുന്ന ഒരു ടൈം നമ്മൾ യൂസ് ചെയ്യും. ലൈഫ് ടൈം അതിപ്പോൾ എന്തിൻ്റെ ആവാം. ഇപ്പോൾ ഒരു ഫാനിൻ്റെയോ അല്ലെങ്കിൽ ഒരു ലൈറ്റിൻ്റെയോ ഒരു ബൾബിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് കമ്പോണൻറ്റിൻ്റെയോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെയോ ലൈഫ് ടൈം ഒക്കെ ആവാം. അപ്പോൾ ഈ ലൈഫ് ടൈം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് ഒരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്നുള്ളൊരു അസംഷൻ ഉണ്ട്. പിന്നെ വേറെ ഒരെണ്ണം വെയിറ്റിംഗ് ടൈം. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു ക്യൂവിൽ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഒരു സർവീസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ആ വെയിറ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് യൂഷ്വലി വി അസ്യൂം ദാറ്റ് വെയിറ്റിംഗ് ടൈം ഫോളോസ് ആൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അതുപോലെ ഇന്റർ അറൈവൽ ടൈം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫോണിലേക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു കോള് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കോള് വരുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ഒരു കോൾ കഴിഞ്ഞിട്ട് അടുത്ത കോൾ എപ്പോഴാണ് വരിക എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അതൊരു ആഫ്റ്റർ എ റാൻഡം ടൈം ആയിരിക്കും. അപ്പോൾ ആ ടൈം ഡ്യൂറേഷൻ യൂഷ്വലി വി അസ്യൂം ദാറ്റ് ഫോളോസ് ആൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് ഇന്റർ അറൈവൽ ടൈം. രണ്ട് അറൈവലിന് ഇടയ്ക്കുള്ള അറൈവൽ എന്ന് പറയുന്നത് എന്തും ആവാം. ഇപ്പോൾ ഒരു ക്യൂവിലേക്ക് 2 കസ്റ്റമേഴ്സ് വരുന്നതാവും. ഒരു കസ്റ്റമർ വന്നിട്ട് അടുത്ത ആൾ എപ്പോൾ വരും എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ടൈം ഗ്യാപ്പ് ഇന്റർ അറൈവൽ ടൈം എന്ന് പറയാം. അതിൽ ഫോണിലേക്ക് കോൾ വരുന്നതാവാം. ഓക്കെ, അപ്പോൾ അതിനെയൊക്കെ നമ്മൾ യൂഷ്വലി നമ്മൾ പറയുന്നത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതാണ്. അതുപോലെ റിപ്പയർ ടൈം. ഇപ്പോൾ നമ്മളൊരു മൊബൈൽ കംപ്ലൈൻ്റ് ആയി നമ്മളത് സർവീസ് ചെയ്യാൻ കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അത് സർവീസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ മുതൽ അത് തിരിച്ച് കിട്ടുന്ന വരെയുള്ള ഒരു സമയമുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ എ റാൻഡം വേരിയബിൾ. സോ ദാറ്റ് ഡ്യൂറേഷൻ ഓഫ് ടൈം ഈസ് അഗെയിൻ അസ്യൂം ടു ബി ആൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത്. ഈ കോണ്ടെക്സ്റ്റുകളിലാണ് നമ്മൾ സാധാരണ ഗതിയിൽ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻസ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോകാം. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോകാം. അപ്പോൾ ജനറലി ഈ റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലായിരുന്നു. A to B എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ്. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 to ഇൻഫിനിറ്റിയിലാണ്. 0 മുതൽ ഇൻഫിനിറ്റി വരെ ആണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അല്ലേ? ഇപ്പം നിങ്ങൾ നോക്കിയാൽ വെയിറ്റിംഗ് ടൈം എന്നൊക്കെ പറയുന്നത് എപ്പോഴും ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ തന്നെ ഒരുപക്ഷെ നമുക്ക് സർവീസ് കിട്ടിയേക്കാം, റൈറ്റ്? ചിലപ്പോൾ കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഒരു ഐഡിയ എന്ന് പറയാം. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 to ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് കാണാം. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി, ആദ്യം നമുക്കിപ്പോൾ ഡെൻസിറ്റി ഫംഗ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ നെക്സ്റ്റ് തീർച്ചയായിട്ടും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് ആയിരിക്കും. ഫസ്റ്റ് വൺ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. We call it as f of x, okay, which is equal to integral, actually it's like minus infinity to x f of t dt. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ നമുക്കിത് മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ ഫംഗ്ഷൻ 0 ആണ്. അപ്പോൾ നമ്മൾ മൈനസ് ഇൻഫിനിറ്റി മുതൽ എടുക്കേണ്ട കാര്യമില്ല, 0 മുതൽ പറഞ്ഞാലും മതിയാവും. 0 to upper limit x f of t dt. f of t എന്ന് പറയുന്നത് ലാംഡ e to the power minus ലാംഡ t dt ആണ്.
ഓക്കെ, അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലാംഡ ഈസ് എ കോൺസ്റ്റൻറ്റ്, ഇ ടു ദി പവർ മൈനസ് ലാംഡ ടിയുടെ ഇൻ്റഗ്രൽ ഇ ടു ദി പവർ മൈനസ് ലാംഡ ടി ഡിവൈഡഡ് ബൈ മൈനസ് ലാംഡ ഫ്രം 0 to x ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ലാംഡയും ക്യാൻസൽ ആയി പോകും. സോ മൈനസ് ഇ ടു ദി പവർ മൈനസ് ലാംഡ എക്സ്, അപ്പർ ലിമിറ്റ് എക്സ് അപ്ലൈ ചെയ്യുമ്പോൾ ടിക്കാണ് നമ്മൾ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് മൈനസ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈൻ ഇട്ടാൽ മതി, പ്ലസ് ഇ ടു ദി പവർ 0, ഇ ടു ദി പവർ 0 ഈസ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 മൈനസ് ഇ ടു ദി പവർ മൈനസ് ലാംഡ എക്സ് എന്ന് കിട്ടും. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് ഇത്. ആൻഡ് അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഇ ഓഫ് എക്സ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്പോണൻഷ്യൽ റാൻഡം വേരിയബിൾ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ്റെ ഡെഫിനിഷൻ ഇതാണ്. ഇൻ്റഗ്രൽ ആക്ച്വലി ഇറ്റ്സ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ബട്ട് ഐ റൈറ്റ് ഓൺലി ഫ്രം 0 to ഇൻഫിനിറ്റി, കാരണം നെഗറ്റീവ് പാർട്ടിൽ ഫംഗ്ഷൻ 0 ആണ്. ഇതിൽ 0 to ഇൻഫിനിറ്റി എക്സ് ടൈംസ് എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇതാണ് ഫോർമുല. സോ ഇറ്റ്സ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് ടൈംസ് ലാംഡ ഇ ടു ദി പവർ മൈനസ് ലാംഡ എക്സ് ഡി എക്സ്. അപ്പോൾ ഈ ഇൻ്റഗ്രലാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ലാംഡ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, അത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ദെൻ നമുക്കുള്ളത് എക്സ് ടൈംസ് ഇ ടു ദി പവർ മൈനസ് ലാംഡ എക്സ് ആണ്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ടൈംസ് ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇ ടു ദി പവർ മൈനസ് ലാംഡ എക്സ് ബൈ മൈനസ് ലാംഡ. അപ്പോൾ ഇത് ഒരെണ്ണം പോളിനോമിയൽ ആയതുകൊണ്ട് എക്സ് പോളിനോമിയൽ ആണ്, നമുക്കൊരു ചെയിൻ ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ സ്റ്റാർട്ടിംഗ് ടൈം ഇതാണ്, ഫസ്റ്റ് ടൈംസ് ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഓക്കെ, ദെൻ ഓൾട്ടർനേറ്റ് പ്ലസ് ആൻഡ് മൈനസ് ഇടുക, മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് പാർട്ട്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈസ് 1 ടൈംസ് ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് പാർട്ട്, ഇതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. ആൻഡ് ദാറ്റ് ഈസ് ഇ ടു ദി പവർ മൈനസ് ലാംഡ എക്സ് ബൈ മൈനസ് ലാംഡ ടൈംസ് ലാംഡ സ്ക്വയർ എന്ന് കിട്ടും. അടുത്ത ഓൾട്ടർനേറ്റ് പ്ലസ് ഇടണം, ഡെറിവേറ്റീവ് ഓഫ് 1. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 1 എപ്പോഴും 0 ആണ്, പിന്നെ ബാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഫർദർ എല്ലാ ടൈംസും 0 ആയിരിക്കും, ഫ്രം 0 to ഇൻഫിനിറ്റി. ഓക്കെ, ഇതാണ് ആൻസർ കിട്ടുക. ഇനി ഇതിനകത്ത് അപ്പർ ലിമിറ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ഓക്കെ, അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഇ ടു ദി പവർ മൈനസ് ലാംഡ എക്സ് ഉള്ളത് കൊണ്ട് ഇൻഫിനിറ്റി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ ടു ദി പവർ മൈനസ് ഇൻഫിനിറ്റി എന്നാണ് കിട്ടുക. ഇ ടു ദി പവർ മൈനസ് ഇൻഫിനിറ്റി എല്ലായ്പ്പോഴും 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ് ടൈം 0 ആയി പോകും, സെക്കൻഡ് ടൈമും 0 ആയി പോകും. രണ്ട് നെഗറ്റീവ് ടൈംസ് ആണ്, സെക്കൻഡ് ടൈമും 0 ആയി പോകും. ഇനി ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഓൾറെഡി ഉള്ള സൈൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ ഇടുക. അപ്പോൾ ദിസ് വൺ ഈസ് എ നെഗറ്റീവ് ടൈം, സോ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആവും. ഇവിടെ ഒരു എക്സ് ഉള്ളത് കൊണ്ട് ലോവർ ലിമിറ്റ് 0 ആണ്, 0 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഫുൾ ടൈം 0 ആവും. ഓക്കെ, ദെൻ പ്ലസ് പിന്നെ ഉള്ളത് ഇ ടു ദി പവർ 0 ആണ്. ഇ ടു ദി പവർ 0 ഈസ് 1 ബൈ ലാംഡ സ്ക്വയർ. ഇങ്ങനെയാണ് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക. ഓക്കെ, സോ ലാംഡ ബൈ 1 ബൈ ലാംഡ സ്ക്വയർ, 1 ബൈ ലാംഡ എന്ന് കിട്ടും. Okay, so 1 by lambda is the mean of the exponential distribution or the expectation of exponential distribution. 1 by lambda ആണ് expectation. Okay, ഇതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. ഓൾറൈറ്റ്, നെക്സ്റ്റ് വൺ. അപ്പോൾ ഇ ഓഫ് എക്സ് കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മൾ വേരിയൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വേരിയൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം ഇ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ ഫോർമുല അനുസരിച്ച് ഇറ്റ്സ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് ഫോർമുല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ടൈംസ് ലാംഡ ഇ ടു ദി പവർ മൈനസ് ലാംഡ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ചെയിൻ റൂൾ ആയിട്ട് അപ്ലൈ ചെയ്യാം. ലാംഡ ടൈംസ് ഫസ്റ്റ് ടൈം ടൈംസ് ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ലാംഡ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ 2x ടൈംസ് ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ ടു ദി പവർ മൈനസ് ലാംഡ എക്സ് ബൈ ലാംഡ സ്ക്വയർ. Then alternate plus ഇടുക, derivative of 2x is 2, then integral of e to the power minus lambda x by lambda square. ഇതിന് ഇൻ്റഗ്രൽ എടുക്കണം. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ e to the power minus lambda x by minus lambda cube എന്ന് കിട്ടുക. ബാക്കി ഇനി ടൈംസ് ഒക്കെ 0 ആയിരിക്കും. അപ്പോൾ ഈ 3 ടൈമേ ഉണ്ടാവുള്ളൂ, ബാക്കി ടൈംസ് ഒക്കെ ഫർദർ ടൈംസ് ഒക്കെ 0 ആയിരിക്കും. അപ്പോൾ 0 to ഇൻഫിനിറ്റി എന്ന് കിട്ടും. ഓക്കെ, ഇവിടെയും എല്ലാം നെഗറ്റീവ് ടൈംസ് ആണ്. ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം എല്ലാം നെഗറ്റീവ് ടൈംസ് ആണ്. ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ ടൈമിലും ഇ ടു ദി പവർ മൈനസ് ലാംഡ എക്സ് ഉണ്ട്, ലാംഡ എക്സ് ഉള്ളത് കൊണ്ട് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ ടൈമും ആദ്യം 0 കിട്ടും. ഓക്കെ, ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈൻസ് ഇടുക, ഇത് പ്ലസ് വരും. ഇവിടെ എക്സ് സ്ക്വയറിനകത്തേക്കാണ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ ഈ ടൈം 0 ആവും,
ഇവിടെ എക്സിനകത്തേക്കാണ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതും 0 ആവും. അപ്പോൾ ഇത് മാത്രമേ പിന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ 0 പ്ലസ് 0 പ്ലസ് 0, പിന്നെ വരുന്നത് ലാസ്റ്റത്തെ ടൈമിൽ ഇ ടു ദി പവർ 0 കൊടുക്കുമ്പോൾ 2/λ³ എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു ലാംഡ ക്യാൻസൽ ആവും, 2/λ² എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്തത് വേരിയൻസ് കാണണം. വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഫോർമുല ഇതാണ്, ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ, ഇങ്ങനെ കിട്ടും. ഇ ഓഫ് എക്സ് സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിച്ച 2/λ² മൈനസ് ഇ ഓഫ് എക്സ് 1/λ ആയിരുന്നു, അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1/λ² എന്ന് കിട്ടും. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ കോമൺ ആണ്, അപ്പോൾ 2 മൈനസ് 1 എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. അപ്പോൾ 1/λ² എന്ന് കിട്ടും. ഓക്കെ, 1/λ² എന്ന് കിട്ടും. അപ്പോൾ ഇ ഓഫ് എക്സ് സ്ക്വയർ 2/λ² എന്ന് കിട്ടി. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/λ² എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ വേരിയൻസ് ഓഫ് എക്സ് is equal to 1/λ². Right, first question. Let x is equal to the time between two successive arrivals. അപ്പോൾ അതിനാണ് നമ്മൾ ഇന്റർ അറൈവൽ ടൈം എന്ന് പറയാം. അറൈവൽസ് അറ്റ് എ ഡ്രൈവ് അപ്പ് വിൻഡോ ഓഫ് എ ലോക്കൽ ബാങ്ക്. ഓക്കെ, അതായത് ഇപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒരു ഈ അറ്റ് ദിസ് ടൈം, ഇപ്പോൾ T1 എന്ന് പറഞ്ഞ ടൈമിൽ ഒരു അറൈവൽ നടന്നു, അടുത്തത് T2 എന്ന് പറയുന്ന ടൈമിൽ രണ്ടാമത്തെ അറൈവൽ വന്നു. അപ്പോൾ ഇവിടെ ഒരു ഈ രണ്ട് ടൈമിനിടയ്ക്ക് ഒരു ടൈം ഇൻ്റർവൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, റൈറ്റ്? അപ്പോൾ ഈ ഡ്യൂറേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മുടെ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് പറയുന്നത്. ഇത് റാൻഡം വേരിയബിൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത ഒരുപക്ഷെ 3 എന്ന് പറയുന്നത് ഈ പൊസിഷനിൽ വന്നിട്ടുണ്ടാവും, മൂന്നാമത്തെ ആൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും, T3 എന്ന് പറയുന്ന ടൈമിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ 1ഉം 2ഉം തമ്മിലുള്ള ടൈം ഗ്യാപ്പ് ആയിരിക്കില്ല 2ഉം 3ഉം തമ്മിലുള്ള ടൈം ഗ്യാപ്പ്. അപ്പോൾ അത് റാൻഡം വേരിയബിൾ ആണ്. ആ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ആ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, സോ ഇഫ് എക്സ് ഹാസ് ആൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ലാംഡ ഈക്വൽ ടു 1, അപ്പോൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എക്സ് ഫോളോസ് ആൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. ലാംഡയുടെ വാല്യൂ 1 ആണെന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ അപ്പോൾ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അത് ഫോർമുല ഇതാണ്, ലാംഡ ഇ ടു ദി പവർ മൈനസ് ലാംഡ എക്സ്, റൈറ്റ്? ഇപ്പോൾ ലാംഡയുടെ വാല്യൂ 1 ആയതുകൊണ്ട് ഇ ടു ദി പവർ മൈനസ് എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, എപ്പോൾ വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വെൻ എക്സ് ലെസ് ദാൻ 0. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. കമ്പ്യൂട്ട് ദ ഫോളോവിങ്, താഴത്ത് തന്നിരിക്കുന്നത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ എപ്പോഴും ആ ഡിസ്ട്രിബ്യൂഷന് നമുക്ക് അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതാൻ ആവശ്യമായ ഇൻഫർമേഷൻസ് ഉണ്ടോ നോക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ലാംഡ മാത്രം മതിയായിരുന്നു, ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ഡയറക്റ്റ്ലി. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് നമ്മൾ എഴുതി, ഇ ടു ദി പവർ മൈനസ് എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദി എക്സ്പെക്റ്റഡ് ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് അറൈവൽസ്. രണ്ട് അറൈവൽസിനിടയ്ക്കുള്ള എക്സ്പെക്റ്റഡ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ദ ക്വസ്റ്റ്യൻ ഈസ് ടു ഫൈൻഡ് എക്സ്പെക്ടേഷൻ. ഇ ഓഫ് എക്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ, റൈറ്റ്? അപ്പോൾ ഇ എഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഫോർമുല അറിയാം, 1/λ ആണ്. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടൈം ബിറ്റ്വീൻ, ടൈം യൂണിറ്റ്സ് ഒന്നും തന്നിട്ടില്ല, റൈറ്റ്? ഇല്ല, യൂണിറ്റ്സ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ടൈം ഈക്വൽ ടു 1. അപ്പോൾ അത് മേ ബി 1 മിനിറ്റ് ആണെങ്കിൽ രണ്ടുപേര് തമ്മിൽ ആവറേജ് 1 മിനിറ്റ് എടുക്കും. അതിനർത്ഥം ഒരാൾ വന്നിട്ട് കറക്റ്റ് 1 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ആൾ വരുമെന്നല്ല, ആവറേജ് നമ്മളൊരു 10 പേരെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദി ആവറേജ് നമ്മൾ ആ ടൈം ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. ഇന്റർ അറൈവൽ ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് അതിൻ്റെ മീനിങ്, എക്സ്പെക്റ്റഡ് ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് അറൈവൽസ്. നെക്സ്റ്റ് വൺ, ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ടൈം ബിറ്റ്വീൻ സക്സസീവ് അറൈവൽസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്, റൈറ്റ്? വേരിയൻസിൻ്റെ ഫോർമുല നമ്മൾ കണ്ടു, എന്താണ്? 1/λ² ആണ്, റൈറ്റ്? അപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 1/λ തന്നെ കിട്ടും. അപ്പോൾ ലാംഡ 1 ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 തന്നെയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ടൈം ബിറ്റ്വീൻ സക്സസീവ് അറൈവൽസ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും 1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതും കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അതാണ് സി ചോദിച്ചിരിക്കുക. സി
സി എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഈസ് ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി അല്ലേ. പ്രോബബിലിറ്റി കാണാനാണ്. പ്രോബബിലിറ്റി കാണാൻ ഓൾവേസ് വി നീഡ് ടു ഇൻ്റഗ്രേറ്റ് ദ ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്, റൈറ്റ്. അപ്പോൾ ഇവിടെ മുതൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഇവിടെ 4ൽ എക്സിൻ്റെ വാല്യൂ ഇൻ്റർ അറൈവൽ ടൈം 4ൽ കുറവാനുള്ള പോസിബിലിറ്റി ചോദിച്ചിരിക്കാം. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും അല്ല ഡെൻസിറ്റി ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 0ൽ നിന്നാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 4 എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്, റൈറ്റ്. അതായത് ഇൻ്റഗ്രൽ 0 to 4 നമ്മുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ ഇ ടു ദി പവർ മൈനസ് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇ ടു ദി പവർ മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് ഇ ടു ദി പവർ മൈനസ് എക്സ് ആണ് ഫ്രം 0 to 4. 4 അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഇ ടു ദി പവർ മൈനസ് 4 പ്ലസ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ ടു ദി പവർ 0 എന്ന് കിട്ടും, റൈറ്റ്. ഇ ടു ദി പവർ 0 1 ആണ്. സോ ദ ആൻസർ ഈസ് 1 മൈനസ് ഇ ടു ദി പവർ മൈനസ് 4 എന്നാണ് കിട്ടുക. ഇതാണ് പ്രോബബിലിറ്റി. വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ നമുക്ക് ഈ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം എന്നേ ഉള്ളൂ. ഓക്കെ, അതാണ് സി ആൻസർ. അടുത്തത് ഡി ആണ്. ഡി എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഇന്റർ അറൈവൽ ടൈം ഈസ് ഇൻ ബിറ്റ്വീൻ 2 and 5. അതായത് 2 പേര് വരുന്നതിനിടയ്ക്കുള്ള ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് 2 മിനിറ്റിനും 5 മിനിറ്റ്സിനും ഇടയ്ക്കാവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഡി ഈസ് question is 2 less than or equal to x less than or equal to 5. So it's enough to integrate it from 2 to 5. Okay, f of x dx and integral 2 to 5. f of x എന്ന് പറയുന്നത് e to the power minus x ആണ്, dx എന്ന് കിട്ടും. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് e to the power minus x from 2 to 5. ഓക്കെ, അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഇ ടു ദി പവർ മൈനസ് 5, ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇ ടു ദി പവർ മൈനസ് 2. ഇതാണ് പ്രോബബിലിറ്റി. ഇത് കാൽക്കുലേറ്ററിൽ നമുക്ക് കണ്ടുപിടിക്കാനേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കുക. ഓക്കെ, ഐ ഹോപ്പ് യു ഗെറ്റ് ദാറ്റ്. ആൻഡ് അടുത്ത ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നമ്പർ 2. അഗെയിൻ എ വേർഡ്. Data collected at Toronto Pearson International Airport suggests that the exponential distribution with mean value ആണ്. അപ്പോൾ മീൻ എന്ന് പറയുന്നത് എന്താണ്? 1/λ ആണ് അല്ലേ. അപ്പോൾ ഏതോ ഒരു വേരിയബിൾ, റാൻഡം വേരിയബിൾ എന്താ നമുക്ക് പറഞ്ഞു വരുന്നേ ഉള്ളൂ. എക്സ്പെക്ടേഷൻ ഈസ് ഗിവൺ ആൻഡ് വി നോ ദാറ്റ്സ് 1/λ. ദാറ്റ്സ് ഗോയിങ് ടു ബി 2.725. എക്സ്പെക്ടേഷൻ തന്നിരിക്കുക, റൈറ്റ്. മെയിൻ വാല്യൂ തന്നിരിക്കുക, അതായത് 1/λ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. Okay, hours is a good model for rainfall duration. അതായത് മഴ എത്ര സമയം പെയ്യും, മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര സമയം അത് പെയ്തു തുടങ്ങും എന്നുള്ളത് ഒരു യൂണിഫോം എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ആവറേജ് ഇതിപ്പോൾ ഒരു മണിക്കൂറിലാണ് അവേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ആവറേജ് ടൈം എത്ര എടുക്കും? 2.725 അവേഴ്സ് അത് നീണ്ടു നിൽക്കും. അപ്പം മഴ തുടങ്ങിയാൽ നമുക്ക് പ്രതീക്ഷിക്കാം എത്രയാണ്? 2.725 അവേഴ്സ് അത് നീണ്ടു നിൽക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് 1/λ തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ലാംഡ കണ്ടുപിടിക്കാം. സോ ലാംഡ ഇസ് ഗോയിങ് ടു ബി 1/2.725 എന്ന് കിട്ടും. 1/2.725. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എഴുതാം. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ 1 let me write the formula first. Lambda e to the power minus lambda x. ഇതാണ് ഫോർമുല. അപ്പോൾ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/2.725 e to the power minus x by ഡിനോമിനേറ്റർ എഴുതിയാൽ മതി, x by 2.725. ഇതാണ് when x is greater than 0. ഇതാണ് നമ്മുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ഫംഗ്ഷൻ കിട്ടി. അടുത്തത് ഫസ്റ്റ് പ്രോബബിലിറ്റി. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡ്യൂറേഷൻ ഓഫ് ദ പെർട്ടിക്കുലർ റെയിൻഫോൾ ഇവന്റ് അറ്റ് ദിസ് ലൊക്കേഷൻ ഈസ് അറ്റ്ലീസ്റ്റ് 2 hours. അപ്പോൾ ക്വസ്റ്റ്യൻ ഈസ് ടു ഫൈൻഡ് പി ഓഫ് എക്സ് ഇസ് അറ്റ്ലീസ്റ്റ് 2 hours, മിനിമം 2 hours ആണല്ലേ. അപ്പോൾ പി ഓഫ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇതാണ് ക്വസ്റ്റ്യൻ. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് ഫസ്റ്റ് വൺ. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ. 2 മുതൽ ഇപ്പോൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഇൻഫിനിറ്റി വരെ പോവാം. അപ്പോൾ 2 to infinity എഫ് ഓഫ് എക്സ് ഡി എക്സ് കണ്ടുപിടിച്ചാൽ മതി.
Okay, so it's integral 2 to infinity 1 by 2.725 e to the power minus x by 2.725 dx. ഓക്കെ, ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ലാംഡ ഇവിടെ തന്നെ ഉണ്ടാവും. 1/2.725 ടൈംസ് e to the power minus x by 2.725 divided by minus 1/2.725. ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇത് ക്യാൻസൽ ആയി പോയിക്കോളും. ഓക്കെ, കൊടുക്കേണ്ടത് ഫ്രം 2 to infinity ആണ് ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു e to the power മൈനസ് വാല്യൂ വന്നാൽ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എപ്പോഴും ആ വാല്യൂ 0 കിട്ടും. ഓക്കെ, 0 കിട്ടും. അതുപോലെ ഈ വാല്യൂ ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. സോ മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 0 കിട്ടും. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആണ് വരിക. e to the power minus 2/2.725 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ, പ്രോബബിലിറ്റി. ഇതുപോലെ നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാന്നുള്ളൂ. ലിമിറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇൻ്റഗ്രൽ ഓൾവേസ് ഇതായിരിക്കും, എല്ലായ്പ്പോഴും നമുക്ക് കിട്ടുന്ന ഇൻ്റഗ്രൽ ഇതായിരിക്കും ഈ ഫംഗ്ഷൻ്റെ. അതായത് മൈനസ് e to the power minus x by 2. അപ്പോൾ അതങ്ങനെ ഓർത്തിരുന്നാലും മതി. ഓക്കെ, ഇനി അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ്റെ ഒക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഐ റൈറ്റ് ഓൺലി ദ ഫോർമുലാസ്. അറ്റ്മോസ്റ്റ് 3 hours. ഓക്കെ, അറ്റ്മോസ്റ്റ് 3 hours എന്ന് വെച്ചാൽ p of x less than or equal to 3. മാക്സിമം 3 വരുള്ളൂ. So integrate this function from 0 to 3 f of x dx. Okay, do this as a homework. Alright. അടുത്തത് ചോദിച്ചിരിക്കുന്നത് between 2 and 3 hours. Again, ഇന്റഗ്രൽ നമുക്കറിയാം, ലിമിറ്റ് മാത്രം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. 2 less than x less than 3. So it's integral from 2 to 3 f of x dx. Again, do this as a homework. Alright. അതാണ് ആ പ്രോബ്ലം ചോദിച്ചിരിക്കുന്നത്, എ പാർട്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ബി പാർട്ട്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ റെയിൻഫാൾ ഡ്യൂറേഷൻ എക്സീഡ്സ് ദ മീൻ വാല്യൂ ബൈ മോർ ദാൻ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ്? ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ചോദിച്ചിരിക്കുക. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഓക്കെ ദ റെയിൻഫാൾ എക്സീഡ്സ് ഡ്യൂറേഷൻ എക്സീഡ്സ് ദ മീൻ വാല്യൂ by more than 2 standard deviations. X is greater than mu എന്ന് പറയുന്നതാണ് എക്സ്പെക്ടേഷൻ. അതിൻ്റെ കൂടെ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, 2 times sigma. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, the probability that x exceeds അല്ലെ rainfall exceeds the mean value by 2 of its standard deviation എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, that is probability of x is greater than, മീൻ നമുക്ക് തന്നിട്ടുണ്ട്. മീൻ എന്ന് പറയുന്നതാണ് 2.725 പ്ലസ് 2 ടൈംസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എപ്പോഴും എന്തായിരിക്കും? 1/λ ആയിരിക്കും. 1 റൈറ്റ്, വേരിയൻസ് ഈസ് 1/λ². അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 1/λ തന്നെ ആയിരിക്കും. അപ്പോൾ 1/2.725 ആയിരിക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, അപ്പോൾ 2 ടൈംസ് 1/2.725. ഓക്കെ, ഈ പ്രോബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ. ഇത് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഓക്കെ, ഐ വിൽ ജസ്റ്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദാറ്റ്. 2 divided by 2.725 plus 2.725 equal to 3.4589 എന്ന് കിട്ടും. And that is integrate it from 3.4589 to infinity f of x dx. Okay, and this part also can be evaluated. Just find the integral and apply the limits. ഇങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.